ഇന്ന് ഞാനൊരു മൂവി ഉണ്ട് സുമതികുളം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറയാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഡയറക്ടറെ പറ്റി പറയാം. വിഷ്ണു ശശിശങ്കർ. ആളുടെ ഇതിന് മുമ്പത്തെ മൂവി മാളികപ്പുറം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു. സോ ഈ ഒരു മൂവി എനിക്ക് കാണാൻ ഒരു താല്പര്യം തോന്നിപ്പിക്കാൻ ഒരു ഒരു ഫാക്ടർ അതായിരുന്നു. അതേപോലെ ഇതിൻ്റെ റൈറ്റർ അഭിലാഷ് പിള്ളൈ. ആളിതിന് മുമ്പത്തെ മൂവീസും ഏകദേശം ഒരു ത്രില്ലർ ടൈപ്പ് മൂവീസ് ആയിരുന്നു. അതെല്ലാം ഒരു എബോ ആവറേജ് നല്ല ഒരു രസത്തിൽ കണ്ടിരിക്കാൻ പറ്റിയ മൂവീസൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെയും ഒരു ഒരു ഈ മൂവിനോടുള്ള ഒരു അട്രാക്ഷൻ ഫാക്ടർ എനിക്ക് കൂടി. ഓക്കെ, നമ്മൾ ഫർദർ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി ഹൊറർ ടൈപ്പ് മൂവിയാണ്. മെയിൻ ലീഡ് അതായത് ആ മൂവി ഫുള്ള് ഒരു അർജുൻ അശോകനെ സെൻറ്റർ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ബാക്കി എലമെൻറ്റുകളൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും ഹീസ് ദ സെൻറ്റർ. അങ്ങനെയാണ് മൂവിനെ എടുത്തു വച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അർജുൻ അശോകിൻ്റെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു അഭിനയമായിരുന്നു. സ്റ്റാർട്ടിങ് അതായത് അവൻ്റെ ഒരു എൻട്രി ഉണ്ടല്ലോ, എൻട്രിയുടെ സമയത്ത് തന്നെ എനിക്ക് ഈ രോമാഞ്ചം മൂവിയിൽ നിന്ന് ആ സെറ്റിൽ നിന്ന് ആൾ ഇങ്ങോട്ട് കയറി നേരെ ഇവിടെ വന്ന് ഇറങ്ങിയ പോലെ എനിക്ക് തോന്നി. സെയിം ഒരു വൈബ് പിടിച്ച് ചെയ്ത പോലെ എനിക്ക് സ്റ്റാർട്ടിങ് തോന്നിയിട്ടാണ്. അർജുൻ അശോകനെ പോലെ തന്നെ ഇതിൽ എല്ലാവരും തന്നെ നല്ല നല്ല ആക്ടേഴ്സാണ് വന്നിരിക്കുന്നത്. അതായത് സൈഡിൽ ഉള്ള റോൾസ് തന്നെ അഭിനയിക്കാൻ വേണ്ടി നല്ല ആക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ടിങ്ങിൻ്റെ ക്വാളിറ്റി അവിടെ കാണാനുണ്ട്. ഓക്കെ, അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവി നടക്കുന്നത് ഒരു 90s ആ ഒരു സമയത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു മണിച്ചിത്രത്താഴിൻ്റെ ഒരു റെഫറൻസ് അതിൽ വരുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ആ ഒരു കാലഘട്ടത്തിലാണ് ഈ മൂവി നടക്കുന്നത്. അപ്പോൾ അതിനെ അവർ എടുത്തു വെച്ചിരിക്കുന്ന, അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന ആർട്ട് വർക്കുകൾ, അവിടെ ചെയ്തിരിക്കുന്ന സെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു ഭംഗിയിൽ തന്നെ അവർ എടുത്തു വെക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഒരു പഴയ സെറ്റിൽ നമ്മൾ കാണുന്ന സമയത്ത്, അങ്ങനത്തെ ഒരു മൂവി നമ്മൾ ഇക്കാലത്ത് കാണുന്ന സമയത്ത് നമ്മൾ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ നമ്മൾ അറിയാണ്ട് ശ്രദ്ധിച്ചു പോകും. ആ സമയത്ത് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. ആ സമയത്ത് ഞാൻ നോക്കുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക ഒരു നെഗറ്റീവും തോന്നിയില്ല. പക്കായിട്ട് അവർ ആ ഒരു ഏരിയ, ആ ഒരു ആർട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹൊറർ എലമെന്റുകൾ ഇവർ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്കൊരു ഇനി അടുത്തത് എന്താണ് വരാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൊറർ അല്ലെങ്കിൽ ഒരു പ്രേതം ആ ഒരു സാധനത്തിലേക്ക് വരുമ്പോൾ ആൾക്ക് എന്ത് ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കും. മനസ്സിലായോ? നമുക്ക് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്ത് പവേഴ്സും ആൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആളിന് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ആ ഒരു സാധനം വരുന്ന എല്ലാ ടൈമിലും നമുക്കൊരു ആ ഒരു ഭംഗിയിൽ ആ മൂവി കണ്ടിരിക്കാൻ പറ്റും. ഹൊറർ ടൈപ്പിൽ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. ഒന്നിലും ഒരു പഴയ ആ സാരി എടുത്ത് വരുന്ന പ്രേതം അങ്ങനെയൊന്നും നമുക്ക് തോന്നുകയില്ല. ഒരു ഭംഗിയിലാണ് ആ ഹൊറർ ടൈപ്പ് എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നത്. ഹ്യൂമറിനെ പറ്റി പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ചിരിച്ചു. മൂവിയിൽ പല സ്ഥലത്തും നല്ല കോമഡിയോ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഓവർ കോമഡി ടൈപ്പ് മൂവി എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കോമഡി ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഒരു എന്താ പറയുക, എടുത്ത് പൊട്ടിച്ചിരിക്കുക അങ്ങനത്തെ ടൈപ്പ് ഒരു കോമഡി എനിക്ക് ഒന്നിലും എവിടെയും ഫീൽ ചെയ്തില്ല മൂവിയിൽ. സോങ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഒന്ന് രണ്ട് ആ ഒരു ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ഒരു സോങ് വരുന്നുണ്ട് മൂവിയിൽ. അതൊക്കെ എനിക്ക് നല്ലൊരു വൈബായിട്ട് തോന്നിയ ഒരു സോങ് ആയിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ സോങ്സ് ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് പല സോങ്സും കുത്തിക്കയറ്റി വെച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ക്യാമറ യൂസ് ചെയ്തിരിക്കുന്നത് ചില ഷോട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷോട്ട്സ്. നല്ല രസമുണ്ടായിരുന്നു ആ ഷോട്ട്സൊക്കെ. ഈ റൊട്ടേറ്റ് ചെയ്ത് ഈ കാടിനുള്ളിൽ നിന്നൊക്കെ എടുക്കുന്ന നല്ല നല്ല ഷോട്ട്സ് അതിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഷോട്ട്സ് പലതും.
ഒരു പുഴയുടെ സൈഡിൽ നിന്നൊക്കെ എടുത്ത ഷോട്ടുകൾ, അതുപോലെ ഗ്രാമത്തിന്റെ ഓരോ മേലെ കൂടെ എടുത്ത അങ്ങനത്തെ ചില ഷോട്ട്സുകളൊക്കെ നല്ല രസമുണ്ടായി. നല്ല ഭംഗിയിൽ അത് എടുത്തു വെക്കാൻ ക്യാമറമാന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയിൽ ഒരു എടുത്തവനായിട്ട് ഒരു ക്യാരക്ടറുണ്ട്, ഗോകുൽ സുരേഷിന്റെ. ആള് ആള് ഇറങ്ങിയ സമയത്ത് കുറച്ച് ഷോർട്സിലെ ആളുള്ളൂ, കുറച്ച് പോർഷനേ ആൾക്കുള്ളൂ. എന്നാലും ആൾ ഇറങ്ങി വന്ന സമയത്ത് ഒരു സീരിയസ് ക്യാരക്ടറാണ് ആൾക്കുള്ളത്. അപ്പോൾ എനിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു എന്താ, ആൾക്ക് ചേരുന്ന ക്യാരക്ടറാണോ, ആൾക്കൊണ്ട് പറ്റുമോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ബട്ട് ആളത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വരെ അടിപൊളിയായിട്ടാണ് ആള് അഭിനയിച്ചിട്ടുണ്ട് ഈ മൂവിയിൽ. അച്ഛൻ മകൻ ആ ഒരു റിലേഷൻ, അതുപോലെ ഇതിൽ വന്നിട്ടുള്ള 2 ബാലതാരങ്ങൾ, ആ 2 കുട്ടികൾ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആള് ആ കുട്ടി ആ 2 ചൈൽഡ് ആക്ടേഴ്സിന്റെ അടുത്തുനിന്ന് നല്ല കോമഡി, നല്ല എൻഗേജിങ് ആയിട്ടുള്ള നമുക്ക് സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇത്രയൊക്കെ ആണെങ്കിലും എനിക്ക് സിനിമേനെ ഒരു സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്, എനിക്കത് ഫീൽ ചെയ്തുകൊണ്ടാണ് പലയിടത്തും എനിക്ക് ആ ഓരോ ഷോട്ടുകളും എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഓക്കെ, അതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡയലോഗ് ഡെലിവറി. അതായത് ഓരോ ഡയലോഗ്സും ഇങ്ങനെ കാണാണ്ട് പഠിച്ച് അത് പറയുക. അതായത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഡയലോഗ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കുക. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുക്കിൽ എഴുതി നമുക്ക് വേണമെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കാം. എനിക്ക് ഈ ബുക്കിൽ എഴുതി വായിച്ച പോലെ പലയിടത്തും അത് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഫീലിംഗ് വന്ന സമയത്തെല്ലാം ഇതൊരു മൂവിയാണ്, ഇവർ അഭിനയിക്കുകയാണെന്നുള്ള ഒരു സാധനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു. ഈ ഫിലിമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് മൂവി, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒത്തിരി ഒന്നും തോന്നിയില്ല. അത് ചിലപ്പോൾ ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്ത് പോയിട്ടായിരിക്കാം. ഈ മൂവിയിൽ ഒരു ലവ് സ്റ്റോറി ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് അത് അത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതിന് ഒന്നാമത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ആക്ട്രസ്സാണ്. ഹീറോയിനായിട്ട് വന്നിട്ടുള്ള ആള്, അവളുടെ പേര് മാളവിക. ആള് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ബട്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സെന്റിമെന്റൽ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും പറ്റുന്നില്ലാത്ത രീതിയിൽ എനിക്ക് അഭിനയം ശരിക്കൊരു മുഖത്ത് വരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് ആ ഒരു ഈ ലവ് സ്റ്റോറീസ് എല്ലാം ബിൽഡ് ചെയ്ത് പോകുക എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ള ഒരു രീതിയൊക്കെ ഇതിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മളെ എത്രത്തോളം ഒരു ലവ് സ്റ്റോറി എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. അത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു ലവ് സ്റ്റോറീനെ നമ്മളോട് കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള പോലെ എനിക്ക് തോന്നി. ആരുടെ കപ്പ് ഓഫ് ടീ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഓക്കെ ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു ഫാമിലി ടൈപ്പ്, ഒരു ഓൾഡ് വിൻറ്റേജ് ടൈപ്പ് മൂവിയാണ്. ബട്ട് ഒരു കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരിക്കും. ഒരു ആവറേജ് ആ ഒരു റേഞ്ചിൽ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. ഇതൊരു മസ്റ്റ് വാച്ച് മൂവി ഒന്നുമല്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഓക്കെ മൂവി, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. മൂവി കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.